ഹായ് ഓൾ, അർച്ചനയാണേ ഫ്രം മയൂര. ഒരു മിനിറ്റ്, നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ആ, ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിന്ന് ഞാൻ പ്രൊമോയിൽ കാണിച്ചതുപോലെ ബീഡഡ് സിമ്പിൾ ചെയിൻസ്, ബീഡഡ് പെൻഡൻസ് ആൻഡ് പെൻഡൻസ് സെറ്റ്സിൻ്റെ ലൈവാണ് നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ ലൈവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു ക്ലിയറൻസ് സെയിൽ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലിയറൻസ് സെയിൽ എല്ലാവരും നല്ല സക്സസ്ഫുൾ ആക്കി തന്നതിന് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണം കേട്ടോ. കയറിയോ? ആദ്യമേ കുറച്ച് നെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ്. ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കണോമിക്കൽ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അജിത കുമാരി ഹായ്. അപ്പോൾ ലൈവ് ആണ്. ലൈവിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താര നായർ ഹായ്. അതുൽ കൃഷ്ണൻ ഹായ്. ഷാരു ശിവരാജൻ ഹായ്. ബിന്ദു സുധൻ ഹായ്. നമ്മളൊരു പോള് വെച്ചിരുന്നു കേട്ടോ, ഏതാണ് ഇന്ന് ജിമുക്കയുടെ ലൈവ് വേണോ അതോ ഈ ബീഡഡ് പെൻഡൻസ് സെറ്റ്സ്, രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസിൽ ഏതാണ് ഇന്ന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആണ് നമ്മളിന്ന് ലൈവ് ചെയ്തത്. അപ്പോൾ കൂടുതൽ പേരും ബീഡഡ് പെൻഡൻസ് സെറ്റ്സ് ആണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഇതുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പ്രസീത സുനിൽ, അഷ്ടലക്ഷ്മി വള ഇനിയും തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടുന്നില്ല. അയ്യോ പ്രസീത, അഷ്ടലക്ഷ്മി വള ഒന്ന് നമ്മളെ ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കുമോ? വേണ്ട സൈസ് ഏതാണെന്നും കൂടെ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയണേ. നല്ല സാരി, ഈ സാരി ഏതാണെന്ന് ഞാനിത് പറയാൻ വേണ്ടിയിട്ടല്ലേ നല്ല സാരി എന്ന് പറഞ്ഞത്. ഇതെൻ്റെ ചേച്ചിയുടെ സാരിയാണ് കേട്ടോ. ഓക്കെ, മതിയോ? ഹാപ്പി ന്യൂ ഇയർ നിത കുമാരി മാം. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ ഞാൻ എന്തോ പറയാൻ വന്നു, ഞാൻ എന്താ പറയാൻ വന്നേ? പ്രസീത ഏതാണ് നമ്മുടെ അഷ്ടലക്ഷ്മി വളയുടെ സൈസ് ഏതാണ് വേണ്ടതെന്നുള്ളതും സ്റ്റോൺ വെച്ചതാണോ സ്റ്റോൺ ഇല്ലാത്തതാണോ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കൂ. അഷ്ടലക്ഷ്മി വള ഉണ്ട്, അപ്പം എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒന്ന് നോക്കണം കേട്ടോ. ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കണേ. ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈവിലുള്ളവർ ഒന്ന് ഷെയർ ചെയ്യൂ. മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അടുത്തുനിന്നും. ആതിര എസ് നായർ ഹായ്. അർച്ചന ജോബി ഹായ്. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിലെ ഫസ്റ്റ് ലൈവാണ് നമ്മളിത് ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, കാശിവള തന്നില്ലേ ഞാനും മിണ്ടില്ലെന്ന്. അയ്യോ, അതാരാ? തലമുടി ഞാൻ വെറുതെ എടുത്ത് കെട്ടിയതാ, വെറുതെ ഞാൻ അങ്ങോട്ട് എടുത്ത് കെട്ടിയെന്നേ ഉള്ളൂ. ഓക്കെ, കാശിവള തന്നില്ലേ ഞാനും മിണ്ടുന്നില്ല. താര നായർ ഏത് കാശിവളയാണ് വേണ്ടെന്നുള്ളത് ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക കേട്ടോ. ഒന്ന് ചോദിക്കണം, കാരണം കാശിവള ഏത് ടൈപ്പാണ്. നമ്മൾ പുതിയ കുറേ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്, സ്റ്റോൺ വെച്ചതും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഏതാണ് വേണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ്, ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 14 സെറ്റ്സേ ഉള്ളൂ, പെട്ടെന്ന് തുടങ്ങാം. എക്കണോമിക്കൽ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് സെറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒന്നും 24 ആണ് ഞാൻ ചോദിച്ചത്. സിമ്പിൾ കാശുവള സ്റ്റോൺ ഇല്ലാത്തത് 24. സിമ്പിൾ കാശുവള ഏതാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് വാട്സപ്പ് ചെയ്യും. എന്തെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യും, നോക്കാം. പിന്നെ കാശുവള 24 അല്ലേ, അഷ്ടലക്ഷ്മിയുടെ വള 24. ഓക്കെ, അത് ഞാൻ നോക്കട്ടെ. എന്തായാലും ഒന്ന് വാട്സപ്പ് ചെയ്യൂ, നോക്കാം കേട്ടോ. രാഖി അഞ്ജലി ഹായ്. ഓക്കെ, സുധർമ്മ ജയസേനൻ ഹായ്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം എക്സ്ക്ലൂസീവ് പീസസ് ആണ്. എല്ലാം
ഇനി നമുക്കിത് റീക്രിയേറ്റിംഗ് പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാം ഓരോ ഐറ്റംസും സ്റ്റോക്ക് ഔട്ട് ആണ്. ട്രഡീഷണൽ വൺ. ഓക്കെ, എന്തായാലും താരാ നായർ ഉദ്ദേശിക്കുന്നത് ഏതാണെന്നുള്ളത് ഒന്ന് വാട്സാപ്പ് ചെയ്യൂ, ഞാനൊന്ന് നോക്കാം. കാരണം ഈ കാശുവള എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളൊരു ലൈവിനകത്ത് കാണിച്ചതിനകത്ത് ഇങ്ങനെ നമ്മൾ ഈ എന്താ കമ്പി വന്നിട്ട് കാശ് വരുന്നതുണ്ട്, സിക്സാഗ് കമ്പി വന്നിട്ട് കാശ് വരുന്നതുണ്ട്, ഫുള്ള് കാശ് വരുന്നതുണ്ട്. അപ്പൊ ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒന്ന് പറയണേ. അർച്ചന എവിടെയായിരുന്നു? ഞാൻ എവിടെയും പോയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലൈവ് ചെയ്യാഞ്ഞത് ന്യൂ ഇയർ ആയതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് ന്യൂ ഇയർ ആയതുകൊണ്ടാണ്. അതിന് മുന്നേ നമ്മൾ ലൈവ് ചെയ്തിരുന്നു, ഒരു ക്ലിയറൻസ് ലൈവ് ചെയ്തിരുന്നു ഇയർ എൻഡിന്റെ. ചിലപ്പോൾ കാണാഞ്ഞതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇന്നുണ്ട്, നാളെ ഉണ്ട്, അടുത്ത ആഴ്ചയുണ്ട്. ലൈവ് കണ്ടിന്യൂസ് എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഓക്കെ, ശ്രീജ രമേശ് ഹായ്, ദീപ AR ഹായ്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എല്ലാം എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. ഇനി ഇതേ മാല ഇനിയും റീക്രിയേറ്റിംഗ് പറ്റില്ല. പക്ഷെ സിമിലർ ആയിട്ടുള്ള ചെയിൻ പെൻഡന്റ് വേറെ ആയിരിക്കും. അതേ ഉള്ളൂ വ്യത്യാസം. പെൻഡന്റ് വേറെ ആയിരിക്കും, പക്ഷെ ചെയിനും ഇതെല്ലാം സെയിം ആയിരിക്കും. അങ്ങനത്തെ കളക്ഷൻസ് ആയിരിക്കും ഇനി നമ്മൾ റീസ്റ്റോക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. കരിമണിമാല അവൈലബിൾ ആണ് ജിഷാസ് ജോഷി. സിമ്പിൾ ചെയിൻസിനകത്ത് കരിമണിമാല ഉള്ളതിന്റെ കരിമണിമാല ഉള്ളതിന്റെ അല്ല, സിമ്പിൾ ചെയിൻസിനകത്ത് നമ്മൾ കരിമണിമാല ഓൾറെഡി കാണിച്ചിരുന്നു. അപ്പൊ ഏതാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് നമ്മൾ കോഡ് അയച്ചു തരാം, അവർക്ക് നോക്കിയാൽ മതി. പിന്നെ കരിമണി വിത്ത് പെന്നൻ കളക്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ അതിന്റെയും അവൈലബിൾ കോഡ്സ് അയച്ചു തരാം. കയറി നോക്കിയാൽ മതി കേട്ടോ, ലൈവ് കയറി നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, FBയിൽ ഓരോ മാസം എനിക്കൊന്ന് 60 ഡേയ്സ് വരെ നമുക്കൊരു വീഡിയോ നമുക്ക് FBയിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ലൈവ് വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്യാത്തവർ പോയി ലൈക്ക് ചെയ്യുക. മയൂര ജ്വല്ലറി ഡിസൈൻസ് എന്ന് തന്നെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അത് പോയി എല്ലാവരും ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ കാണാത്ത വീഡിയോസും ഒക്കെ അപ്പുറത്തും ഉണ്ട്. കാണാത്തതെന്നല്ല, നമ്മുടെ FBയിൽ എക്സ്പയർ ആയി പോകും. 60 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ FBയിൽ അവർ വെക്കില്ല, സൈസ് ഇഷ്യൂസ് കൊണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി അത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ വാട്സപ്പിൽ ലിങ്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ലിങ്ക് ആയിരിക്കും തരുന്നത്, ഇതിന്റെ ലിങ്ക് ആയിരിക്കില്ല കേട്ടോ, ഫേസ്ബുക്കിന്റെ ലിങ്ക് ആയിരിക്കില്ല. എല്ലാം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡിലീറ്റ് ആയി പോകുന്നത്. മുത്തേ സുഖമാണോ? അസുഖമാണ് ശാരിക പിള്ളൈ. അർച്ചന എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, കുറച്ച് നാളായി. സായി നിധിൻ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതൊന്ന് പറയൂ, റിപ്ലൈ പറയൂ. നമ്മളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതൊന്ന് പറയണേ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. CA സീരീസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. CA സീരീസ് എല്ലാം 1500 വിത്തിൻ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെറ്റ്. CA01 ആണ്. 1120 റുപ്പീസ്. നോക്കിക്കേ, ദേവിയാണ്, ഗജലക്ഷ്മിയാണ്, നടുക്ക് ദേവി, അപ്പുറത്തും ഇപ്പുറത്തും ആന. ഒരു ഇതിന്റെ മേളിലൊക്കെ ഇൻട്രിക്കേറ്റ് വർക്ക്സ് ഉണ്ട്. ഒരു പൂജ ഇതിനകത്ത് ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ ഈ സൈഡിൽ 4 ലെയറിലുള്ള ഗ്രീൻ ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നു, ഇടയ്ക്കൂടെ സ്പേസർ ബീഡ്സ് വരുന്നു. എന്നിട്ട് അവിടെയും ഒരു ദേവിയുടെ സ്പേസർ വന്നിട്ടുണ്ട്. ഓക്കെ, മാച്ചിങ് ആയിട്ടുള്ള ജിമുക്കയാണിത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ജിമുക്ക. ഇതാണ് സൈസ് കേട്ടോ, സിമ്പിൾ ജിമുക്ക. CA01 ആണ്. 1120. അമ്പിളി രാജേഷ് ഹായ്. 1120 ആണ് കേട്ടോ ഫസ്റ്റ് സെറ്റ്. CA01 1120. 1120 രൂപ. 1120 1120 ഓക്കെ, 1120 ഫസ്റ്റ് സെറ്റ് CA01. ഇനി അടുത്ത സെറ്റ് വേറെ കളറാണ്, അതായത് മെറൂൺ ബീഡ്സ് ആണ്. ചേച്ചി എന്താ ഡാൻസ് കണ്ടിരുന്നത്? സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു ഡാമിത്ത, താങ്ക് യു സോ മച്ച്. നേരത്തെ അല്ലേ, ഒരു മാസം മുന്നത്തെ അല്ലേ എന്റെ ചേച്ചി വന്നപ്പോൾ ഉള്ള ഡാൻസ് അല്ലേ? കുച്ചിപ്പുടി ഒരെണ്ണം കളിച്ചതാണോ അമിത, അതോ മറ്റേ മോഹിനിയാട്ടം ഇരുന്നുകൊണ്ടുള്ളതാണോ കണ്ടത്? അപ്പൊ ഇത് രണ്ടാമത്തതാണ്. CA02 ആണ്. പ്രൈസ് 1100 ഓൺലി. അതിന്റെ താഴെ 1100 ആണ്. ഇതൊന്നും ഇരിക്കുന്നില്ല. ഇതാണ് അടുത്ത സെറ്റ്. 1100. കമ്മൽ ഞാൻ പിന്നെ കാണിക്കാവേ. CA02 ആണിത്. CA02 നോക്കിക്കേ, മയൂരലക്ഷ്മിയാണ്. ദേവി വന്നിട്ട് 2 സൈഡിലും പീകോക്ക് വരുന്നു. എന്നിട്ട് താഴോട്ട് നല്ല മെറൂൺ കളർ ബീഡ്സും ഡാംഗ്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയിൻ വരുമ്പോൾ അത് 4 ലെയർ ആണ്. അഗെയിൻ സായി നിധിൻ പറഞ്ഞില്ല കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ല. കാരണം നമ്മൾ കമ്മ്യൂണിറ്റി വഴി മാത്രമേ ഇപ്പൊ നമ്മളുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും അയക്കുന്നുള്ളൂ. ബ്രോഡ്കാസ്റ്റ് എന്നുള്ള പരിപാടി നമ്മൾ നിർത്തി. കാരണം നമ്മളിത് പണ്ടേ പറഞ്ഞിരുന്നു, ബ്രോഡ്കാസ്റ്റിൽ ഉള്ള നമ്മൾ നിർത്തും.
ആദ്യം വാട്സപ്പിൽ കിട്ടുമായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്നേ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു പ്ലീസ് ജോയിൻ അവർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് സെർവറിലോട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് വാട്സാപ്പിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് അയക്കുന്നത് നിർത്തി. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും. അത് നമ്മൾ നിർത്തി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മളുടെ ഈ ഒരു ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യൂ കേട്ടോ. ബാക്കിലെ ആണി ഉള്ളത് കൊണ്ടായിരിക്കും ഇരിക്കാത്ത. അല്ല ഇതെന്നറിയോ, ഇവിടെയാണ് സാധാരണ കയറ്റി വെക്കുന്നത്. അതിന് ഇത്തിരി വീതി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇരിക്കാത്തത്. കണ്ടോ, ഇതിപ്പോൾ ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് മാറി ഇരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത സെറ്റ് ഇതാണ്. CA02 ആണ്. CA02 1100. പ്രേമ മാം, ഐ എം വെരി മച്ച് ഫൈൻ. പ്രേമ മാം, ഹോപ്പ് യു ആർ ഓൾസോ ഫൈൻ. ഓറഞ്ച് ടിൻറ്റ് ഇൻ പെൻഡന്റ്. ഓറഞ്ച് ടിൻറ്റ് ഇല്ല, ഇത് ആന്റിക് ഷെയ്ഡാണ്. കേട്ടോ, ആന്റിക് ഷെയ്ഡാണ്. ഓറഞ്ച് ടിൻറ്റ് അല്ല. അത് ചിലപ്പോൾ ലൈറ്റിങ്ങിന്റെ ആയിരിക്കും. വേണേൽ ലൈറ്റിംഗ് ഒന്ന് മാറ്റിയിട്ടൊന്ന് കാണിക്കാം. അത് ശരി, ഓക്കേടാ, താങ്ക് യു. ഇത് നോക്കിയേ, ഇതിപ്പോൾ ഞാൻ വെറും ലൈറ്റാണ്. ഇത് ട്യൂബ് ലൈറ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ടും വേണേൽ കാണിക്കാം. ഇത് നമ്മുടെ നോർമൽ നമ്മുടെ വെളിച്ചം നമ്മുടെ ലൈറ്റിലാണ്. ഓക്കെ, ഓറഞ്ച് ടിൻറ്റ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇതാണ് കമ്മല്. CA02 ആണിത്. CA02. ഈ ലൈറ്റ് വേണോ മഞ്ഞ ലൈറ്റ് വേണോ എന്നൊന്ന് പറയൂ, അതനുസരിച്ച് ചെയ്യാം. CA02 ആണിത്. 1100, 1100 രൂപ. 1100 കമ്മൽ ഇതാണ്. എല്ലാ കമ്മലും ഇത് തന്നെയാണ് കേട്ടോ. അതിന്റെ താഴത്തെ ബീഡ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മാലകളുടെയും ഇതും പാറ്റേണും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ജസ്റ്റ് പെൻഡൻസ് മാത്രമേ മാറുന്നുള്ളൂ. ഇതിങ്ങനെ ഈ ചെയിൻ വന്നിട്ട് രണ്ട് സൈഡിലും സൈഡ് പെൻഡൻസും വരുന്ന പാറ്റേൺസ് ആണ് കേട്ടോ എല്ലാം. CA02 1100, 1100. അശ്വതി മനോജ്, ഹായ്. അടുത്തത് CA03 ആണ്. ഇതാണ് നമ്മളുടെ പേള് മാല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കാരണം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഈ പേള് മാത്രമേ ചേരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് തരും കാണിക്കുന്നത്. CA03 ആണിത്. 1120. ഇതിന്റെ കമ്മലിന്റെ ബീഡ്സ് വന്നിട്ട് ഈ മാലയുടെ ബീഡ്സിന്റെ പെൻഡന്റിന്റെ താഴെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ബീഡ്സ് ആണ്. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടാണ് കമ്മലിന്റെ താഴെയും ബീഡ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം പേള് മാലയുടെ താഴെ പേള് വരുമ്പോഴത്തേക്ക് അതിനൊരു കോൺട്രാസ്റ്റ് ലുക്ക് വരത്തില്ല. അപ്പൊ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പെൻഡന്റ് കേട്ടോ. പെൻഡന്റ് ഇതാണ്. താഴെ ഗജലക്ഷ്മി വരുന്നു. മൾട്ടിയാണ് സ്റ്റോൺസ് വരുന്നത്. കമ്മലെല്ലാം സെയിം ആണ്. ജസ്റ്റ് താഴത്തെ ബീഡ്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ പെൻഡന്റിന്റെ സൈഡിലായിട്ടും ദേവി വരുന്നുണ്ട്. മേളിലോട്ട് സ്പേസേഴ്സ് വരുന്നു. പിന്നെയും ബീഡ്സ് വരുന്നു. ഓക്കെ, CA03 ആണത്. CA03 1120. വൃന്ദാശ്യാം, ഹായ്. 1120. CA03 ആണ് കേട്ടോ. 1120. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഞാൻ ലേറ്റ് ആയി, കുഴപ്പമില്ല മീനു. നമ്മൾ മൂന്നാമത്തേതായതേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. നല്ല ഗ്രാൻഡ് സെറ്റാണ്. സിംഗിൾ സൈഡായിട്ടൊക്കെ സാരി ഇടുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, നല്ല ഗ്രാൻഡ് മാലയാണ്. നല്ല ഗ്രാൻഡ് മാല ഇൻ ദ സെൻസ് ഒറ്റൊരെണ്ണം ഇട്ടാൽ മതി. കണ്ടോ, നല്ല ലുക്കാണ്. CA03 ആണിത്. 1120, 1120 കേട്ടോ. 1120, 1120. നോക്കിക്കേ, പെൻഡന്റ്. ഓക്കെ, അടുത്തത് CA04 ആണ്. അഗെയിൻ ഞാൻ അതിൽ വെച്ച് കാണിക്കുന്നില്ല. ഇത് വന്നിട്ട് ചെയിനിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെയിൻ വരുന്നുണ്ട്. ഇതാണ് പെൻഡന്റ്. ഞാൻ ആദ്യമേ കാണിക്കാം. ദേവി വരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും താഴെ പെൻഡന്റ് വരുന്നു. എല്ലാം ടെമ്പിൾ ജ്വല്ലറി ആണ്. അത് ഞാനിത് പറയട്ടെ. യെസ്, ഷീ ഈസ് മൈ ഡയറക്ട് സിസ്റ്റർ. അതെ, എൻ്റെ നേരെ ചേച്ചിയാണ്. ഡയറക്ട് സിസ്റ്റർ എന്നൊന്നും പറയുന്നത് എൻ്റെ സ്വന്തം ചേച്ചി. എനിക്ക് ആകെ ഒരു ചേച്ചിയേ ഉള്ളൂ, അത് മതിയല്ലോ. CA04 ആണിതേ, നോക്കിക്കേ. ഇതാണ് മയൂരലക്ഷ്മിയാണിത്. മേളിൽ സിംഹം വ്യാളി വരുന്നുണ്ട്. എന്നിട്ട് ഈ ചെയിനിലോട്ട് വരുമ്പോഴത്തേക്ക് മൾട്ടി ബീഡ്സ് ആണ്, മൾട്ടി ലെയർ ആണ്. 1 2 3 4 5 6 7 8 9 10 ലെയർ ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റാണ്. 10 ലെയർ വന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ സൈഡ് പെൻഡൻസ് വരുന്നു. വരുന്നുണ്ട്. കണ്ടോ, സൈഡ് പെൻഡൻസ് വരുന്ന നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിളങ്ങി നിൽക്കും.
ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് വരുന്നുണ്ട്. സെയിം ഇയറിംഗ് ആണ്, എപ്പോഴും എല്ലാത്തിനും സെയിം ഇയറിംഗ് തന്നെയാണ് നോക്കിക്കുക. ഓക്കെ, ഇത് ഞാൻ വേണേൽ വെച്ച് കാണിക്കാം. സ്ക്രീൻഷോട്ട് വേണ്ടവർ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക. ഓർഡർ പ്ലേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ടിന്റെ ആവശ്യമില്ല, ജസ്റ്റ് കോഡ് മാത്രം മതി. യെസ് അർച്ചന, ദിസ് വാസ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ. താങ്ക്സ്. ഓക്കെ പ്രിയ, അപ്പൊ മേടിച്ചു, തകർത്തോ. 1370, 1370 രൂപ. 1370, 1370 നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പെൻഡന്റ് ആണ്. 1370, 1370, 1370. CA04 നാലാമത്തതാണ്. ഇനി 10 എണ്ണം കൂടെ ഉള്ളൂ. അടുത്തത് മെറൂൺ സെറ്റ് വരുന്നു. ഒരു സൈക്കിൾ പോലെയാണ് പോകുന്നത്. ഗ്രീൻ പിങ്ക് ഗ്രീൻ റെഡ് വൈറ്റ്, അതിന്റെ പല 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 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇതാണ്. CA05 ആണ്. 1200 സെയിം കമ്മൽ വരുന്നു. CA05 ആണ്. അഞ്ചാമത്തെ കോഡാണ്. 1200, 1200. നോക്കിക്കേ, പെൻഡന്റിനകത്ത് 3 ദേവി വരുന്നുണ്ട്. നടുക്ക് മെയിൻ ദേവി, അപ്പുറത്തും ഇപ്പുറത്തും സബായിട്ടുള്ള ദേവിമാര് വരുന്നു. എന്നിട്ട് താഴോട്ട് മെറൂൺ ബീഡ്സ് ആണ് വരുന്നത്. ഹായ്, എപ്പോൾ തുടങ്ങി? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. മിനി ബാബു, നമ്മളിപ്പോ ഒരു 5ാമത്തതായതേ ഉള്ളൂ കേട്ടോ. 5ാമത്തെ ആൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ ഒരു റമീല അനിൽ നായർ, ഹായ്. നമ്മളുടെ ഈ മാസത്തെ ബ്ലാക്ക് ഇസ് നോട്ട് ദർ മാം. റമീല മാം, ബ്ലാക്ക് ഇസ് നോട്ട് ദർ, ഓൺലി ഗ്രീൻ, മെറൂൺ ആൻഡ് വൈറ്റ് ഇസ് ഓൺലി ദർ. ബ്ലാക്ക് ഇസ് നോട്ട് ദർ. ഓക്കെ, അപ്പൊ നമ്മള് ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ലൈവ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് കളക്ഷൻസും ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം എല്ലാവരിലോട്ടും എത്തിക്കണം. ലിസ വിൽസൺ, ഹായ്. CA05 ആണിത്. 1200 മാച്ചിങ് ആയിട്ടുള്ള ജുംക. CA05 ആണ്. 1200 CA05. അടുത്തത് നമ്മുടെ പേൾ ആണ്. പേൾ വരുന്നു. പേൾ വിത്ത് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. CA06 ആണ്. 1120. ബിനജ ഹരീഷ്, ഹായ്. ലൈവ് നമ്മളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് FBയിലും ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്, പിന്നെ യൂട്യൂബിലും ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളത് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഞാൻ യൂട്യൂബിലെ കാര്യം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡിലീറ്റ് ആയി പോകും. 60 ദിവസം കേട്ടോ, 60 ദിവസം കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആയി പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ 60 ഇല്ല, 30 ദിവസമേ ഉള്ളൂ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല അതാണ്. യൂട്യൂബിൽ പോയാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. മയൂര ജ്വല്ലറി ഡിസൈൻ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആ വീഡിയോസിനകത്ത് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതും പ്രത്യേകിച്ചും നമ്മൾ വിത്ത് സീരീസ് നമ്പർ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് CA സീരീസ് ആണെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ CA സീരീസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇത് CA06 ആണ്. 1120 രൂപ. 1120. അടുത്തത് CA07 ആണ്. എഗെയിൻ ഗ്രീൻ ആണ്. പെൻഡന്റ് മാത്രം വ്യത്യാസം. ഗ്രീൻ. CA07 1120. CA07. പ്രിയ ഋത്വിക്, ഹായ്ഡാ. CA07 ആണ്. ബെജിമുക്ക ഇതാണ് സെയിം പെൻഡന്റ്. ഞാൻ ക്ലോസപ്പ് കാണിക്കാം. നോക്കിക്കേ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സ്റ്റോൺസ് വരുന്ന പെൻഡന്റ് ആണ്. 7ാമത്തെ കോഡ് CA07 1120. 1120 റുപ്പീസ്. 1120. 1120. 1120. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെന്താ പറ്റിയ അങ്ങനെ ചോദിക്കാൻ? സുന്ദരിയായിട്ടൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. 1120. CA07 7ാമത്തതാണ്. 7ാമത്തത് 1120. CA06 പെൻഡന്റ് കാണിക്കാമോ ക്ലോസപ്പ്? കാണിക്കാം. CA06 ആണ്. 1120. ഇതാണ് പെൻഡന്റ്. CA06ന്റെ 1120. ഇപ്പോൾ ഇട്ടിരുന്ന ജിമുക്കയുണ്ടോ? ഇല്ല, ഇത് എന്റെ പേഴ്സണൽ കളക്ഷനാണ്. എന്റെ പേഴ്സണൽ കളക്ഷൻ. അടുത്തത് CA08 ആണ്. CA08 എഗെയിൻ മെറൂണിന്റെ ആണ്. മെറൂണിന്റെ ആണ്. CA08 ആണ്. 1200. CA08 8ാമത്തതാണ്. പിന്നെ ഞാൻ എല്ലാവരോടും എടുത്തു പറയുന്നു, പിന്നെയും ഞാൻ പറയാണ്, എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതേ മാല നമുക്ക് റീസ്റ്റോക്കിംഗ് റീക്രിയേറ്റിംഗ് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ഡിസൈനിലുള്ളതായി. ഡിസൈൻ ഇൻ ദ സെൻസ് പെൻഡന്റ് മാത്രം വ്യത്യാസം വരും, ബാക്കി എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. വേറെ ഒന്നും വ്യത്യാസമില്ല, പെൻഡന്റ് മാത്രം സെയിം ആയിരിക്കും. കൃഷ്ണ പണിക്കർ, താങ്ക് യു. അപ്പൊ ഇതാണ് അടുത്ത സെറ്റ്. CA08 ആണിത്. CA08 മാലയും വരുന്നു, കമ്മലും വരുന്നു, സെയിം ആയിട്ടുള്ള സംഭവം. പെൻഡന്റ് ഇതാണ് കേട്ടോ.
ഒരു സ്ക്വയർ ഫിനിഷിൽ വരുന്ന ടൈപ്പിലുള്ള ഒരു പെൻഡൻ്റ് ആണ്. CA08 ആണ്. 8ാമത്തെ കോഡാണ്. 8ാമത്തെ കോഡ് കമ്മൽ താഴപ്പി 1200 കേട്ടോ. അടുത്തത് 9ാമത്തതാണ്. എഗെയിൻ പെൻഡന്റ് വരുന്നത് നല്ല ദേവിയുടെ ഒരു പെൻഡന്റ് വന്നിട്ട് പേൾ ചെയിൻസ് വരുന്നു കേട്ടോ. പേൾ വരുമ്പോൾ 1 2 3 4 5 എണ്ണത്തിന്റെ ലെയർ ആണ് കേട്ടോ. 5 ലെയർ ആണ് വരുന്നത് പേളിൻ്റെത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പെൻഡന്റ് വിത്ത് നമ്മുടെ നോർമൽ ജിമുക്ക എല്ലാം സെയിം ആണ് കേട്ടോ. എല്ലാത്തിനകത്ത് ഇത് കാണിച്ചിരിക്കുന്നത് സാരി ഉടുത്ത കാരണമാണോ ആ കളറിന്റെ ആണോ? സാരി ചിലപ്പോൾ ഈ സാരിയുടെ ആയിരിക്കും കേട്ടോ. കാരണം ഇത് കോഫി ബ്രൗൺ കളർ പൊതുവെ എല്ലാവർക്കും ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ബ്ലൗസിന്റെ ഒക്കെ കാണും, ഈ ഡീറ്റെയിലിങ്ങിന്റെ ഒക്കെ കാണും. CA09 1200 ആണ്. 1200 നോക്കിയേ. മാല കണ്ടോ, മാല നല്ല മയൂരലക്ഷ്മിയാണ്. CA09 ആണ്. 9ാമത്തെ കോഡാണ്. 1200 ആണ്. 1200 CA09 9ാമത്തത് കേട്ടോ. 1200 1200. അടുത്തത് CA10 ആണ്. ഇതോടുകൂടി നമ്മുടെ ആ ടൈപ്പിലുള്ള ബീഡഡ് ഹാരംസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേ നല്ലൊരു ചോക്കറാണ്. ഇത് ഞാൻ ഒന്ന് വെച്ച് കാണിക്കാം. ഇതും ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ബീഡ്സ് വന്നിട്ടുള്ള ചോക്കറാണ്. ഇത് ഞാൻ വെച്ചും കൂടെ കാണിക്കാം, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ. CA10 ആണ്. 990 റുപ്പീസ്. 990 റുപ്പീസ് CA10 ആണ്. CA10 ജിമുക്ക. ഇതിന് വ്യത്യാസമുണ്ട്. ജിമുക്കയ്ക്ക് ഒരു നല്ലൊരു ഭംഗിയുള്ള ജിമുക്കയാണ്, കുട്ടി ജിമുക്കയാണ്. പക്ഷെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. കണ്ട നോക്കിക്കേ, ഇതാണ് പെൻഡന്റ് നോക്കിക്കേ. പെൻഡന്റിൽ നല്ല വട്ടത്തിനകത്തുള്ളൊരു ദേവി വരുന്നു. പിന്നെ സൈഡിൽ 2 മയില് വരുന്നുണ്ട്. CA10 ആണിത്. 990 റുപ്പീസ്. 990 രൂപ. സൂപ്പർ കളക്ഷൻസ് വിക്ടോറിയൻ സ്റ്റൈൽ ഓർണമെന്റ്സ് കൂടി കൊണ്ടുവരാം ഭവിത, കൊണ്ടുവരാം. പക്ഷെ വിക്ടോറിയ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഓൺ എ പ്രീമിയം സൈഡ്, ഹയർ റേറ്റിലുള്ള സൈഡിലായിരിക്കും വിക്ടോറിയ കളക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നോർമൽ റേഞ്ചിൽ വരത്തില്ല വിക്ടോറിയൻ കളക്ഷൻസ്, പ്രൈസി ആയിരിക്കും. നമ്മളത് വേറൊരു സെക്ഷനായിട്ട് നമ്മൾ കൊണ്ടുവരാം. ഓക്കെ. CA10 ആണ്. പ്രീമിയം കളക്ഷൻസിന്റെ അണ്ടറിൽ കൊണ്ടുവരാം. 990 റുപ്പീസ്. ഇതാണ് ഞാൻ നിട്ട് കാണിക്കാം കേട്ടോ. 990. ക്ലസ്റ്റേർഡ് ബീഡ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ പേളിന്റെ ക്ലസ്റ്റേർഡ് ബീഡ്സ് ആണ്. ഇത് ഈ പേൾ ബീഡ്സ് ഇതേപോലെ നല്ല ചുരുട്ടി ഇടരുതേ. അതങ്ങനെ നിറഞ്ഞു നിന്നാലേ അതിന് ഭംഗി വരത്തുള്ളൂ കേട്ടോ. ആശ ആദീഷ് ഹായ്. നോക്കിക്കേ, ഇതാണ് ചോക്കർ. നല്ല ഭംഗിയുള്ള ചോക്കറാണ്. CA10 ആണ്. 990 990 രൂപ കേട്ടോ. CA10. ഓക്കെ. ഇനി ഇതിന്റെ തന്നെ വേറെ കളർ വേരിയേഷൻ വരുന്നുണ്ട്. ഇതിന്റെ നമുക്ക് കളർ വേരിയേഷൻ വരുന്നത് ഗ്രീനിൽ മാത്രമേ ഉള്ളൂ. റെഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. നമ്മൾ വി വിൽ ട്രൈ ടു ബ്രിങ് ഇറ്റ് സൂൺ. പക്ഷെ അതിന്റെ പെൻഡന്റ് സെറ്റിന് ഇത്തിരി വ്യത്യാസം. അല്ലല്ല, സെയിം ആണ് കേട്ടോ. സെയിം സാധനം തന്നെയാണ്. പക്ഷെ ഈ ചെയിനിന് ഡബിൾ ലെയർ, അത്രയും ലെയറിന് പകരം വേറെ. ബട്ട് യു ആൻഡ് അർച്ചന സീംസ് ടു ബി വെരി ഡിഫറെന്റ്. മീ ആൻഡ് മൈ സിസ്റ്റർ. അയ്യോ ലത, ആദ്യമായിട്ടാണ് ഇത് ഒരാൾ പറയുന്നത് എന്നോട്. കാരണം എന്നെ കാണുമ്പോൾ എന്റെ ചേച്ചിയോടും, ചേച്ചിയെ കാണുമ്പോൾ എന്നോടും ചോദിക്കും മറ്റേ ആള് അഞ്ജലിയുടെ സിസ്റ്റർ ആണോ അല്ലെങ്കിൽ അർച്ചനയുടെ സിസ്റ്റർ ആണോ അഞ്ജലി എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരാൾ ഇത് പറയുന്നത്. CA11 ആണിത്. 990. CA11 990. പിന്നെ എങ്ങനെയല്ല ഇതൊക്കെ മനസ്സിലായത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണെന്ന്? അതെനിക്ക് മനസ്സിലായില്ല. CA11 ആണ്. 990 റുപ്പീസ്. ഇത് നല്ല ഗ്രീൻ ബീഡ്സിന്റെ ചോക്കറാണ്. ഇത് നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. CA11 ആണിത്. 990. ഇത് ആ താഴോട്ട് ആ ബീഡ്സ് ഒക്കെ വരുന്നത് കാരണം, പിന്നെ ഇതൊരു ഗ്രീൻ കോമ്പിനേഷൻ കൂടെ വരുന്ന കാരണം നല്ല ഭംഗിയാണ്. CA11 ആണ്. 990 990 രൂപ. CA11 കേട്ടോ. 11 ആണ്. 990 റുപ്പീസ്. CA11 ആണിത്. 990. CA11 ആണ്. 11ാമത്തെ സെറ്റ് 990. ഇതാണ് കേട്ടോ അതിന്റെ ജിമുക്ക. ഓക്കെ. അടുത്തത് CA12 ആണ്. CA12 ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വെറുതെ നല്ല ബീഡ്സ് ഇങ്ങനെ വന്നിട്ട് ചോക്കർ വരുന്ന ഒരു സെറ്റാണ്. ഇതിന് സ്റ്റഡാണ് മാച്ച് ആയിട്ട് വരുന്നത്. CA12 870 റുപ്പീസ് ഉള്ളി. 870 രൂപ. 870. CA12 ആണ്. 12ാമത്തെ സെറ്റാണ്. ഐ സോ യുവർ ഡാൻസ് പ്ലേയിങ് ബോത്ത് ഇൻ വ്ലോഗ്. ഓക്കെ. ശരി.
CA12 ആണിത് 870, 870 രൂപ കേട്ടോ. CA12 ആണ് 870. ഇതാണ് പെൻഡന്റ് കേട്ടോ. CA12 ഇത് ഫുള്ളും മെറൂൺ ബീഡ്സ് ആണ് ചുറ്റിനും വരുന്നത്. CA12 870, 870. നൈസ് കളക്ഷൻസ്. താങ്ക് യു ജയശ്രീ നായർ. ഹായ്. CA12 ആണിത്. 12ാമത്തെ സെറ്റാണ് 870 കേട്ടോ. 870 CA12 12ാമത്തെ 870. ഇതിപ്പം ഗ്രീൻ ആണ് ഇപ്പൊ കാണിച്ചത്, സോറി മെറൂൺ ആണ് ഇപ്പൊ കാണിച്ചത്. അടുത്തത് അതിന്റെ തന്നെ ഗ്രീൻ ആണ്. പക്ഷെ ഗ്രീനിലോട്ട് വരുമ്പോൾ അതിന്റെ ബീഡ്സ് വരുന്നത് ലൈറ്റ് കളറാണ് കേട്ടോ. ആ പെൻഡന്റിന്റെ സ്റ്റോണിൽ വരുന്നത് പെൻഡന്റിന്റെ സ്റ്റോണിൽ വരുന്നത് ഡാർക്ക് ബീഡ് ആണെങ്കിലും, ഡാർക്ക് ഗ്രീനിന്റെ സ്റ്റോൺ ആണെങ്കിലും അതിന്റെ ചെയിനിൽ വരുന്ന ആ സ്റ്റോൺസ് നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞ ആ ലൈറ്റ് ഗ്രീൻ ഇല്ലേ, ആ ഷെയ്ഡാണ്. ഓക്കെ. ഇപ്പൊ ഇങ്ങനത്തെ ബീഡ്സ് വരുന്ന കമ്മലുകളൊക്കെ ഭയങ്കര ട്രെൻഡിയാണ്. അത് ഞങ്ങൾ കൊണ്ടുവരാം. അതായത് ഞാൻ പറഞ്ഞത് ഈ ഒരു കമ്മൽ വരുന്നുണ്ടല്ലോ, ഇത് കാരണം ഗോൾഡിലും ഇതുപോലെ തന്നെ കമ്മലുകൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ടുണ്ട്. കാരണം എല്ലാം ഗോൾഡ് ബീഡ്സ് വരുന്നതിനെക്കാട്ടിലും ആൾക്കാർ കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന അങ്ങനത്തെ ബീഡഡ് കളക്ഷൻസ് ആണ്. നോക്കിക്കേ. അപ്പൊ ഇത് ലാസ്റ്റ് സെറ്റ് ആണ്. CA14 ആണ്. 14ാമത്തെ കോഡാണ് 870. അഞ്ജു യുവർ യങ്ങർ ഓർ എൽഡർ? മൈ എൽഡർ സിസ്റ്റർ. ഷീസ് മൈ എൽഡർ സിസ്റ്റർ. കണ്ടാൽ അങ്ങനെ മനസ്സിലാവത്തില്ലേ? CA14 ആണ്. 14ാമത്തത് 870 രൂപ. 870. CA14 870 റുപ്പീസ്. 870 രൂപ. ഓക്കെ. അപ്പൊ അതോടുകൂടി നമ്മളുടെ ബീഡഡ് പെൻഡൻ സെറ്റ്സിന്റെ ലൈവ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബീഡഡ് പെൻഡൻ സെറ്റ്സ് ഓക്കെ. അപ്പോൾ നാളത്തെ ലൈവ് എല്ലാവരും കാണാൻ ഞാൻ ഇതുകൊണ്ട് നോക്കിക്കോട്ടെ. നാളത്തെ ലൈവ് ഇന്നിപ്പോൾ നമ്മൾ കാണിച്ചത് ബീഡഡ് പെൻഡൻ സെറ്റ്സിന്റെ പെൻഡൻ സെറ്റ്സ് എന്ന് ഞാൻ പറയുന്നത് ലോങ് ഹാരംസും നമ്മൾ കാണിച്ചിരുന്നു. പിന്നെ ഇതുപോലത്തെ ചോക്കർ സെറ്റ്സും കാണിച്ചു. ചോക്കർ സെറ്റ്സിന്റെ 2 വെറൈറ്റി മാത്രമേ കാണിച്ചുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ആ സിമ്പിൾ ആയിട്ടുള്ള ചെയിനും പെൻഡന്റും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ആരും കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മളോട് ഒരു തരത്തിലും നിങ്ങൾ പരിഭവം കാണിക്കരുത്. ആരാണോ ആദ്യമേ പേയ്മെന്റ് ചെയ്ത്, അപ്പോൾ ചിലപ്പോൾ 1 മിനിറ്റിന്റെ അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രാക്ഷൻ ഓഫ് അതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകുന്നത്. ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജും വെച്ചുകൊണ്ടല്ല നമ്മൾ തരാതിരിക്കുന്നതോ അല്ലെങ്കിൽ അത് സോൾഡ് ഔട്ട് ആയി പോകുന്നതോ. എന്തെങ്കിലും റെസ്പോൺസ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് റെസ്പോൺസ് കൊടുത്തിരുന്ന ഉടനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകും. അല്ലാണ്ട് നമ്മൾ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ ചിലപ്പം അടുത്ത സെക്കൻഡിൽ നമ്മൾ അത് ഓൺലൈൻ ആണ്, നമുക്ക് അപ്പോൾ റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിന് നമ്മൾ നിങ്ങൾക്ക് തരാതിരിക്കുന്നതോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇത് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ എക്കണോമിക് കളക്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഇതിപ്പോൾ നമ്മളൊരു പരീക്ഷണാർത്ഥം നമ്മൾ കൊണ്ടുവന്നതാണ്. മാക്സിമം റീസ്റ്റോക്കിംഗ് ശ്രമിക്കും. പക്ഷേ ഇതേ സെയിം ഡിസൈൻസ് ആയിരിക്കില്ല, സിമിലർ പാറ്റേൺസ് ആയിരിക്കും. അതായത് ചെയിൻസും ഇതൊക്കെ സെയിം ആയിരിക്കും, പെൻഡന്റും ഒക്കെ അതേ ഇതിൽ വേറെ ടൈപ്സ് ആയിരിക്കും. അതേ ഉള്ളൂ. സെയിം വേറെ വ്യത്യാസമൊന്നുമില്ല. പെൻഡന്റ് വേറെ ആയിരിക്കും. ഇത് തന്നെ പെൻഡന്റ് ഞാൻ ഉദ്ദേശിച്ചത് ആ നക്ഷി അല്ലെങ്കിൽ നഗാസ് പെൻഡൻസ് തന്നെയായിരിക്കും. പക്ഷെ വേറെ പാറ്റേണിലുള്ള ദേവി, ഗജലക്ഷ്മിയുടെ ചിലപ്പോൾ ആന മേളിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ മയൂരലക്ഷ്മി മയില് താഴെയുള്ളതായിരിക്കും, അങ്ങനത്തതൊക്കെ. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ രാത്രിയാണെങ്കിലും എല്ലാവരും ലൈവ് കണ്ടതിന് ഒത്തിരി താങ്ക് യു. ഇനിയിപ്പം നാളത്തെ ലൈവ് ജിമുക്കാസ് ആണ്. അതും നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എക്കണോമിക് കളക്ഷൻസിലുള്ള ജിമുക്കാസ് ആണ്. 30 വെറൈറ്റി ജിമുക്കാസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞു ജിമുക്കാസും മീഡിയം സൈസ് ജിമുക്കാസും ലെയർ ജിമുക്കാസും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ റിപ്ലൈ കിട്ടിയിട്ടും സ്റ്റാഫ് ഇറസ്പോൺസിബിൾ ആയി ബിഹേവ് ചെയ്യുന്നുണ്ട്. മൃദുല, ഞാൻ പറഞ്ഞല്ലോ, റിപ്ലൈ കിട്ടിയിട്ടും നല്ല, ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ താമസിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതല്ല മൃദുല. നമുക്കിപ്പോൾ മൃദുലയോടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ വേറെ ആരോടോ ഒരു പേഴ്സണൽ ഗ്രഡ്ജും വെച്ചിട്ടല്ല സ്റ്റാഫ് സംസാരിക്കുന്നത്. യു ഷുഡ് സംടൈം മോണിറ്റർ ഫ്രം യുവർ സൈഡ്. ഇതെടുക്കുന്നത് മുഴുവനും, ഓർഡർ എടുക്കുന്നത് മുഴുവനും സ്റ്റാഫ് ആയിരിക്കും മൃദുല. എനിക്ക് പേഴ്സണലി പോയിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഐ ആം മോണിറ്ററിംഗ് ഫ്രം മൈ സൈഡ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ എൻ്റെ അടുക്കലോട്ട് ടേക്കപ്പ് ചെയ്യേണ്ട ഇത് വരുമ്പോഴത്തേക്കും ഐ പേഴ്സണലി ടേക്കപ്പ് ഓൾ ദി ഇഷ്യൂസ്. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 8:47 നമ്മൾ ഒരു മെസ്സേജ് നമുക്ക് ഒരു കസ്റ്റമറുടെ അടുത്തുനിന്ന് കിട്ടി. അപ്പം നമുക്ക് അപ്പം തന്നെ ആളുടെ അടുത്തുനിന്ന് റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ വി ഡു വെയിറ്റ് ഫോർ ദെയർ റിപ്ലൈ. അതേസമയം നമുക്ക് ഒരു ഇച്ചിരി ഡിലേ വരുവാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത മെസ്സേജിന് പോകും. അടുത്തതിലോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ കാലക്കേടിന് ചിലപ്പം ഇപ്പോഴത്തെ ആൾ ചോദിച്ചാൽ അതേ റിപ്ലൈ ആണ് അടുത്ത ആൾക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ അത് അപ്പം തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോ അപ്പം തന്നെ ചിലപ്പോൾ പേയ്മെന്റ് ചെയ്തു പോകും. അതല്ലാണ്ട് നമ്മൾ നിങ്ങൾക്ക് തരാതെ വേറൊരാൾക്ക് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ.
അല്ല അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ഇത് വെച്ച് പോകുന്നതേ ഉള്ളൂ മൃദുല. അല്ലാണ്ട് മൃദുലയോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജും ആ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവില്ല. അങ്ങനെ വിചാരിക്കരുതേ. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ കേട്ടോ. ഐ ആസ്ക് ഹെർ ടു പാസ് ദ മെസ്സേജ് ടു യു. പാസ് ദ മെസ്സേജ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ, കാരണം ഇതെടുക്കുമ്പോഴത്തേക്കും റെസ്പോൺസ് എടുക്കുമ്പോൾ അല്ലെ ഓർഡർ എടുക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം എനിക്ക് പിന്നീടാണെങ്കിൽ എന്നോട് ഇങ്ങനെ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയും, അതായത് മെസ്സേജസ് ഇങ്ങനെ ആൾ കൊടുക്കാത്തതിന്റെ ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ലൈവിൽ ഇത് പറയുന്നതും കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ എക്കണോമിക് കളക്ഷൻസ് അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരേ ഐറ്റത്തിന് അല്ലെങ്കിൽ ഒരേ ഐറ്റത്തിന് ചിലപ്പോൾ പല 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 റെസ്പോൺസ് കിട്ടും. അപ്പം നമുക്ക് ആരാണോ അപ്പം തന്നെ ചെയ്ത് പേയ്മെന്റ് എടുക്കുന്നത് അവർക്ക് നമ്മൾ കൊടുക്കും. അല്ലാണ്ട് നമ്മൾ ആരോടും നമ്മൾ പേഴ്സണൽ ഗ്രഡ്ജ് ഇന്ന ആൾക്ക് നമുക്ക് കൊടുക്കണ്ട മറ്റേ ആൾക്ക് കൊടുക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. ആരാണോ അപ്പം ചെയ്യുന്നത് അപ്പം തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. നവരത്ന കളക്ഷൻസ് കൊണ്ടുവരാം നീത മാം, കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്. നാളത്തെ ലൈവ് എല്ലാവരും വാച്ച് ചെയ്യുക. നാളത്തെ ലൈവ് ജിമുക്കാസ് ആണ്, എക്കണോമിക് കളക്ഷൻസിലുള്ള ജിമുക്കാസ് ആണ്. ആരും മിസ് ചെയ്യരുത്. കുഞ്ഞ് ജിമുക്കാസും സ്റ്റെപ്ഡ് ആയിട്ടുള്ള ജിമുക്കാസും പിന്നെ വെറൈറ്റി ജിമുക്കാസും ഒക്കെ വരുന്നുണ്ട്. ആരും മിസ് ചെയ്യരുത് നാളത്തെ ലൈവ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ കാണാം. ടാറ്റാ.